നാകുന്ന പൗലോസ് റോമർക്ക് എഴുതിയതാകുന്ന ലേഖനം നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 3-ാം അധ്യായം 21 മുതലുള്ളതാകുന്ന വേദഭാഗമാണ് നമ്മൾ പഠിപ്പാനായിട്ട് ആരംഭിച്ചത്. 3-ാം അധ്യായം 21 മുതലുള്ളതാകുന്ന ആ വേദഭാഗം, അതിൻ്റെ 4-ാം അധ്യായം കൂടെ ചേർത്ത് ഒരു വിഷയമാണ് പൗലോസ് അവിടെ പറയുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ആമുഖമായിട്ട് നമ്മൾ ചിന്തിച്ചു. ഗോഡ്സ് റൈച്ചസ്നെസ് റിവീൽഡ് ആൻഡ് ഇല്ലസ്ട്രേറ്റഡ്. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തപ്പെട്ടതും അതിനെ ഉദാഹരണ സഹിതം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശേഷിച്ച് പഴയ നിയമ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തെളിയിക്കുന്നതുമാകുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിപ്പാനായിട്ട് ആരംഭിച്ചത്, എനിക്കറിയാം അതൊരു ഹാർഡ് മീറ്റായിരുന്നു. മനസ്സിലാകാനും പെട്ടെന്ന് എൻജോയ് ചെയ്യാനും ഒരു പക്ഷേ അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വാക്കുകളെ എത്രയും ലളിതമാക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും. എന്നാൽ ആ ഹാർഡ് മീറ്റിൻ്റെ ഒരു പ്രത്യേകത, the more you understand it, the more enjoyable it becomes. ഞാനിന്ന് പകൽ സമയം മുഴുവൻ ഈ വേദഭാവം കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒരു ഉച്ചയാകുന്ന സമയം മുതൽ ഇങ്ങോട്ട് വരുന്ന സമയം വരെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ദൈവത്തിന് നമ്മോടുള്ളതാകുന്ന കരുണ, അത് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ മഹാസ്നേഹം, ദൈവം തന്നെ ഇന്റർവീൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളതൊക്കെ ഓർത്തപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഗോഡ്സ് ഇന്റർവെൻഷൻ ഫോർ അസ്. ദൈവം നമുക്ക് വേണ്ടി ഇന്റർവീൻ ചെയ്തു. നമ്മൾ കാണുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. അൺടിൽ ആൻഡ് അൺലെസ് അത് ദൈവം ഇന്റർവീൻ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഇനീഷ്യേറ്റീവ്, ദൈവം ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളാരും ദൈവമക്കളാകത്തില്ലായിരുന്നു. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കരുണ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, ഈ ദൈവസഭ അല്ലെങ്കിൽ നമ്മളെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഫ്റ്റർ തോട്ടല്ല, ഒരു ഏച്ചുകെട്ടലല്ല. അല്ലെങ്കിൽ പൊതുവെ ഉള്ള കൺസെപ്റ്റ് അനുസരിച്ച് ആദ്യത്തേത് തെറ്റിപ്പോയി, അപ്പോൾ പിന്നെ എന്നാ ഇതിരിക്കട്ടെന്ന് പറഞ്ഞ് ജാതികളെ, അങ്ങനെയല്ല. നമ്മുടെ പുതിയ നിയമ വിശ്വാസികളാകുന്ന അല്ലെങ്കിൽ ദൈവമക്കളാകുന്ന വീണ്ടും ജനിക്കപ്പെട്ടവരാകുന്ന നമ്മെക്കുറിച്ച് പൗലോസിൻ്റെ വളരെ ഉറപ്പുള്ളതാകുന്ന തൻ്റെ ബോധ്യം ഇതാണ്. അതിന് പ്രവാചകന്മാരും ന്യായപ്രമാണവും സാക്ഷ്യം പറയുന്നുവല്ലോ. സ്തോത്രം. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള അടിസ്ഥാനപരമാകുന്ന വിഷയം, അതാണ് പഴയ നിയമത്തിൽ തൊട്ടേ തുടങ്ങിയ കാര്യമാണ്. പഴയ നിയമ വിശുദ്ധന്മാരും പ്രവർത്തികളാലല്ല നീതീകരിക്കപ്പെട്ടത്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പം അതിനെ ക്വാളിഫൈ ചെയ്യാൻ ഇപ്പം ഞാൻ പരിശ്രമിച്ചാൽ നമ്മുടെ വിഷയം ഡൈവേർട്ടായി പോകും. കാരണം യാക്കോബിന്റെ ലേഖനത്തിലുള്ളതാകുന്ന ഒരു വാക്യം ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നാൽ അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. മനസ്സിലാക്കണം, പഴയ നിയമത്തിലുള്ളതാകുന്ന വിശുദ്ധന്മാരും പ്രവർത്തികളാലല്ല നീതീകരിക്കപ്പെട്ടത്, പിന്നെയോ ദൈവകൃപയാൽ വിശ്വാസത്താലാണ് എന്നുള്ള വസ്തുതയാണ് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കാൽവറി ക്രൂശ് മുഖാന്തരം ദൈവം നമ്മെ നീതീകരിക്കുമ്പോൾ അതിൻ്റെ ബേസിസ് എന്താണെന്നും, അല്ലെങ്കിൽ എങ്ങനെ അത് തുടങ്ങിയെന്നുള്ളതും, എപ്രകാരമാണ് അത് നമ്മുടെ അനുഭവമാകുന്നതെന്നുമുള്ളതാകുന്ന വിഷയമാണ് ഈ വാക്യങ്ങളിൽ താൻ വിശദീകരിക്കുന്നത്. പോൾ he is at pains to explain the justification by faith and how it originates. What is the source of justification by faith? And we have also seen it is a term borrowed from a law court. When somebody justifies
a person, it is more than pardoning a sin, pardoning an offense. ഒരു കുറ്റം ക്ഷമിക്കുക എന്നതിനേക്കാളും അതിനേക്കാൾ അധികമാകുന്ന ഒരു കാര്യമാണ് നീതീകരണം. കുറ്റം ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം. ഒരു കാര്യം എന്നോട് ക്ഷമിച്ചു. എന്നാൽ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. കുറ്റക്കാരനാകുന്ന എന്നോടുള്ള കുറ്റം ക്ഷമിച്ചെന്ന് മാത്രമല്ല, പിന്നെ ഞാൻ നീതിമാനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അതാണ് ദൈവം ചെയ്തത്, നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ചിന്തിച്ചു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഒന്നാമത് ദ സോഴ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അത് ദൈവമാണ് തുടങ്ങിയതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. 24-ാം വാക്യത്തിൽ കണ്ടു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവന്റെ കൃപയാൽ, ബിക്കോസ് ഓഫ് ഹിസ് മെഴ്സി, ആൻഡ് പോൾ റെഫേഴ്സ് ടു the Father God, പിതാവാകുന്ന ദൈവത്തെക്കുറിച്ച്. അപ്പോൾ ദൈവമാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത്. ഗ്രേസ്, കൃപ എന്നുള്ളതിന് ഒരു വാക്കിലുള്ള നിർവചനം പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിസേർവ്ഡ് ഫേവർ, അർഹതയില്ലാത്തതാകുന്ന ഒരു ദാനം, ഒരു ഫേവർ, ഒരു ഗിഫ്റ്റ് ആണ് ദൈവം നമുക്ക് തന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ലേഖകൻ എഴുതിയ കാര്യം ഒന്ന് കോട്ട് ചെയ്തു. അതിങ്ങനെയാണ്: ഗ്രേസ് ഈസ് ഗാഡ് ലവിങ്, ഗാഡ് സ്റ്റൂപ്പിംഗ്, God coming to the rescue, God giving himself generously in and through Jesus Christ. ദൈവം സ്നേഹവാനാകുന്ന ആ ദൈവം താഴേക്ക് പാപികളായ നമ്മുടെ അടുക്കലേക്ക് നമ്മോളം താണിറങ്ങി വന്ന് നമ്മെ രക്ഷിക്കാനായിട്ട് താൻ തന്നെ യേശു കർത്താവിൽ നമുക്ക് വേണ്ടി ധാരാളമായിട്ട് തന്ന് നമ്മെ രക്ഷിക്കുന്നതാണ് ദൈവകൃപ. സോ സാൽവേഷൻ ഓർ ജസ്റ്റിഫിക്കേഷൻ, ഇറ്റ് ഒറിജിനേറ്റ്സ് വിത്ത് ഗാഡ്. ഇറ്റ് ഈസ് ഹിസ് ഇനിസിയേഷൻ. ദൈവം കരുണ ചെയ്തതുകൊണ്ടും ദൈവം ഒരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ടുമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ആ ദൈവത്തിന്റെ കൃപയോർത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് ചിന്തിച്ചു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്, ദൈവം എങ്ങനെയാണ് നമ്മളെ നീതീകരിക്കാൻ കഴിയുന്നത്? ഓൺ വാട്ട് ഗ്രൗണ്ട് God can justify a sinner? Because a sinner is a person who deserves to die. Because the Bible makes it explicitly clear, he who sins must die. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആ പ്രമാണത്തിന് മാറ്റമില്ല. And we have seen the very nature of God. He says that I will not acquit the guilty. I will not leave the sinner, the offender, unpunished. കുറ്റം ചെയ്തവനെ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ലെന്ന് പറയുന്നവനാകുന്ന ദൈവം, ആ ദൈവം എങ്ങനെയാ നമ്മളെ നീതീകരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു 4-ാം അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യത്തിൽ പൗലോസും പറയുന്ന, Paul makes a very startling statement. God who justifies the ungodly, God who justifies the wicked. അഭക്തനെ നീതീകരിക്കുന്ന ദൈവം, ദുഷ്ടനെ നീതീകരിക്കുന്ന ദൈവം. അയ്യോ, ഇതെന്താ ഈ പറയുന്നത് പൗലോസേ? എന്നാ ഈ പറയുന്നത്? You are not consistent with your own theory. Because you said God is righteous. How can a righteous, holy God acquit a wicked man without condoning his wickedness and unrighteousness, and without compromising his holiness and righteousness? ദൈവം തന്റെ നീതിയും വിശുദ്ധിയും അതിനെ സന്ധി ചെയ്യാതെ പാപിയുടെ പാപത്തെയും അശുദ്ധിയെയും അഭക്തി
അഭക്തിയെയും അതിനെ അങ്ങ് അംഗീകരിക്കാതെ എങ്ങനെയാണ് ഈ ദൈവത്തിന് അഭക്തനെ നീതീകരിക്കാൻ കഴിയുന്നത്? അതിൻ്റെ ഉത്തരം പൗലോസ് നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം പൗലോസ് നൽകുന്നത് അതിൻ്റെ 5:6 ക്രിസ്തു നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. We have seen the essence of sin is ungodliness. അഭക്തിയാണ് പാപത്തിന്റെ സാരാംശമെന്ന്, അതിന്റെ സാരമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യരുടെ സകല അഭക്തിക്കുമെതിരെ ദൈവത്തിന്റെ കോപം വരുമ്പോൾ, അഭക്തനെ നീതീകരിപ്പാൻ ദൈവത്തിന് കഴിയാതിരിക്കുമ്പോൾ, അതിന്റെ ഉത്തരമായിട്ട് അഭക്തനെ നീതീകരിപ്പാൻ നീതിയുള്ളവൻ ആ ക്രൂശിൽ മരിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിന് അഭക്തനെ നീതീകരിപ്പാൻ കഴിയുന്നത്. സ്തോത്രമോ. ഈ ബറബ്ബാസിനെ കുറിച്ച് ഞാനൊരു ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇമാജിനേഷൻ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ബറബ്ബാസ് എന്ന് പറയുന്ന ആളിനെ നമുക്കറിയാം. he was imprisoned because of an insurrection in the city of Jerusalem even before the Passion Week of Jesus. കർത്താവിന്റെ കഷ്ടാനുഭവ ആഴ്ചയുടെ മുൻപ് തന്നെ പട്ടണത്തിലുള്ള കലഹത്തിൽ പിടിക്കപ്പെട്ടവനാണ് ബറബ്ബാസ്. ആ ബറബ്ബാസ് കുറ്റം ചെയ്തവനാണ്. അവൻ കുറ്റം ചെയ്തതുകൊണ്ട് തന്നെ അവൻ ശിക്ഷ അർഹിക്കുന്നവനാ. അവൻ ന്യായമായിട്ട് ശിക്ഷ അർഹിക്കുന്നവനാ. എന്നാൽ ആ ബറബ്ബാസിനെ കുറിച്ച് ഒരു ഇമാജിനേഷൻ ഞാൻ വായിച്ചത്, ഈ ബറബ്ബാസ് ആ യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ ദിവസം താന് യെരുശലേമിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോ ഒരു മനുഷ്യൻ ക്രൂശം വഹിച്ചുകൊണ്ട് ആ വയാ ഡോലോറസ എന്ന് പറയുന്ന ആ തെരുവിൽ കൂടെ, വിലാപ വഴിയിൽ കൂടെ നടന്നു പോകുക. പടയാളികൾ വളരെ ക്രൂരമായിട്ട് അവനെ മർദ്ദിക്കുന്നു, അടിക്കുന്നു. ഒരു സന്ദർഭത്തിൽ അവൻ വീഴുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ വരികയാണ്. ഒരു കറുത്ത നിറമുള്ള ഒരു മനുഷ്യൻ അവൻ വരിക. അവനൊന്നും അറിയാതെ യെരുശലേമിലെ ആ പ്രത്യേക പാസ് ഓവറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറേന രാജ്യത്ത് നിന്ന് വന്നവനാ. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഈ പടയാളികൾ അവനെ കണ്ടപ്പം they simply tapped on his shoulder. അവന്റെ തോളിന്മേലൊന്ന് തട്ടി എടുത്തെന്ന് പറഞ്ഞു, ഈ ക്രൂശ് ഒന്ന് എടുക്കണം. ആ ക്രൂശ് എടുക്കാനായിട്ട് അവനെ നിർബന്ധിച്ചത് യേശുവിനോടുള്ള കാരുണ്യമോ മനസ്സലിവോ കൊണ്ടല്ല. പിന്നെയോ ഈ പടയാളികൾക്ക് യേശുവിനോട് ചെയ്യുവാൻ കഴിയുന്ന സകല ക്രൂരതയും ചെയ്തു തീരുന്നത് വരെ യേശു മരിക്കരുത് എന്ന് പറഞ്ഞാൽ, ക്രൂശിൽ, കാൽവറിയിൽ, ഗൊൽഗോഥായിൽ ആണി തറച്ചവനെ തൂക്കുന്നതുവരെ അവൻ ചത്തുപോകരുത്. അതിനു വേണ്ടിയിട്ട് ഈ മനുഷ്യനെ കണ്ടു പറഞ്ഞു, അവർക്ക് തോന്നി ഈ നിലയിൽ അങ്ങ് വരെ ചെന്ന് കഴിഞ്ഞാൽ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അവര് ഉദ്ദേശിക്കുന്ന സകല ക്രൂരതയും അവന്റെ മേൽ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, ഈ ക്രൂശ് ഒന്ന് ചുമക്കാൻ പറഞ്ഞു. ഇതെല്ലാം ബറബ്ബാസ് കാണുകയാണ്. ഇതെല്ലാം കണ്ട് ഒടുവിൽ ക്രൂശിക്കുന്നു. 2 കള്ളന്മാരെയും 2 വശത്ത് ക്രൂശിക്കുന്നു. ബറബ്ബാസ് ഇങ്ങനെ ചിന്തിക്കുക, ഇമാജിനേഷൻ ആകട്ടോ, സങ്കല്പമാണ്, വെറും സങ്കല്പം. ബറബ്ബാസ് ഇങ്ങനെ ചിന്തിക്കുക, അയ്യോ, ആ വലത്ത് കിടക്കുന്ന കള്ളനും ഇടത്ത് കിടക്കുന്നവനും അവർ കുറ്റം ചെയ്തോരാ. എന്നാൽ നടുക്ക് കിടക്കുന്ന ആ ക്രൂശിൽ ഇന്ന് ക്രൂശിക്കപ്പെടേണ്ടത് ഒരു പക്ഷേ ഞാനായിരുന്നു. എന്നാൽ എന്റെ പകരം ഒരുവനിതാ അവിടെ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് നോക്കിക്കേ, ഞാനിപ്പോ സ്വതന്ത്രനായിട്ട് നടക്കുന്നു. എന്റെ പ്രിയരെ, ഇതാണ് കാൽവറി ക്രൂശിൽ സംഭവിച്ചത്. നമ്മൾ സ്വതന്ത്രരായി, നമ്മളായിരുന്നു ശിക്ഷ അനുഭവിക്കേണ്ടത്. എന്നാൽ നമ്മുടെ സ്ഥാനത്ത് യേശു നമ്മുടെ ശിക്ഷ അനുഭവിച്ചു. അതാണ് അഭക്തനെ നീതീകരിക്കാനുള്ള
basis. പാപം ചെയ്ത എന്നെയും നിങ്ങളെയും നീതീകരിച്ച് സ്വതന്ത്രരാക്കുവാൻ, അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന്റെ ഉത്തരം ആ നടുക്കുള്ള ക്രൂശാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇതാണ് അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന്റെ കൃപയുടെ ആ സന്ദേശം. ഞാൻ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പഴയ കാലത്തെ നീതിയൻ തീയാതിൽ വെന്തെരിഞ്ഞിടുവാൻ ദേഹം കൊടുത്ത പരാ സദാ തവ ദേവസുതാ വന്ദനം സദാ തവ യേശു പരാ വന്ദനം. ഓ, ദൈവകോപത്തിന്റെ അനീതിയുടെ തീയിൽ സ്വയമായിട്ട് വെന്തെരിയാനായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് നമ്മെ രക്ഷിപ്പാൻ, നമ്മെ ദൈവമക്കളാക്കുവാൻ ദൈവം തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തത് കൊണ്ടാ നമ്മള് ദൈവമക്കളായിരിക്കുന്നത്. അഭക്തനെ നീതീകരിക്കുന്ന ആ ദൈവം, അഭക്തനെ നീതീകരിക്കുന്ന ആ ദൈവം ചെയ്തതാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ അരക്ഷണ്യ വേലയെ, അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അതിനെ വിശദീകരിപ്പാൻ ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് വളരെ ഹീസ് അറ്റ് പെയിൻസ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ടു us. And I said it is heart meat. The more you enjoy, the more you understand this heart meat of the word of God, the more enjoyable it becomes. അതുകൊണ്ട് അത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞു, 3 പദപ്രയോഗമാണ് ഈ വിഷയം ക്രൂശിനെ വിശദീകരിപ്പാനായിട്ട് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്തോത്രം. ക്രൂശിനെ വിശദീകരിപ്പാനായിട്ട് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പദപ്രയോഗം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം. The number 1 term Paul uses is redemption. Redemption, വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്നുള്ളതാകുന്ന ആ പദപ്രയോഗം നമ്മളവിടെ കാണുന്നു. രണ്ടാമത് അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ somebody read in English. I prefer NIV. Somebody got NIV? Yeah. Yeah, it's not, it is 4:25 വായിച്ചേ, 3:25 വായിച്ചേ മോളെ. സാക്രിഫൈസ് ഓഫ് അറ്റോൺമെന്റ് ആ പദപ്രയോഗമാണ്. അതായത് ഒരു പ്രായച്ചിത്തം, അത് ദൈവം ക്രൂശിൽ ചെയ്തു. മൂന്നാമത് ഈ ക്രൂശിനെ വിശദീകരിക്കുന്ന വേറൊരു പദം കൂടെയുണ്ട്. ഈ 3 പദങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ പദം അതിന്റെ അടുത്ത ആ വാക്യത്തിന്റെ 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗം തൊട്ട് അടുത്ത വാക്യവും ഒന്ന് വായിക്കാമോ? ദൈവം തന്റെ പുറമയിൽ വായിച്ചേ. പ്രായച്ചിത്തമാകുവാൻ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വായിച്ചേ. നോക്കുക, തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. 26-ാം വാക്യത്തിൽ പിന്നെയും കാണുന്നു, താൻ നീതിമാനും. ഓക്കെ, വായിച്ചു. നോക്കുക, ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. അപ്പൊ ഈ 3 വാക്കുകളാണ് ക്രൂശിലെ പ്രവർത്തനത്തെ വിശദീകരിപ്പാൻ പൗലോസ്ലീഹ ഉപയോഗിക്കുന്നത്. ഒന്ന്, വീണ്ടെടുപ്പ്, റിഡംഷൻ എന്ന പദം. 2, പ്രായച്ചിത്തം. കിങ് ജെയിംസ് വേർഷൻ പറയുന്നത് പ്രൊപ്പീസിയേഷൻ. അതാണ് കറക്റ്റ് വേർഡ്, പ്രൊപ്പീസിയേഷൻ അല്ലെങ്കിൽ അറ്റോൺമെന്റ്, പ്രായച്ചിത്തം. 3, നീതിയെ പ്രദർശിപ്പിക്കുന്നു, ഡിമോൺസ്ട്രേറ്റിംഗ് ഹിസ് ജസ്റ്റിസ്. ക്രോസ് എന്ന് പറഞ്ഞാൽ
ഈ 3 കാര്യങ്ങളാ: വീണ്ടെടുപ്പ്, പ്രായശ്ചിത്തം, നീതിയുടെ പ്രദർശനം. ഈ 3 കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ ഇവിടെ താന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നത്. See, there is a redemption of sinners and there is a propitiation of God's wrath and a demonstration of his justice. പാപികളായിരുന്ന നമ്മുടെ വീണ്ടെടുപ്പ്, ദൈവത്തിന്റെ കോപത്തിന്റെ ഒരു ശമനം, അതിന് പ്രായശ്ചിത്തം ചെയ്തു. 3, ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഒന്നാമത്, റിഡംഷൻ എന്നുള്ളതാകുന്ന ആ വാക്ക്. വളരെ പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ വളരെ ലളിതമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പദപ്രയോഗം പഴയ നിയമത്തിൽ നമ്മൾ പല പ്രാവശ്യം കാണുന്നുണ്ട്. വീണ്ടെടുപ്പ് എന്ന പദം പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന്, അടിമയായി തീർന്ന, സ്ലേവായി തീർന്ന ഒരു വ്യക്തിയെ വിലയ്ക്ക് വാങ്ങിയിട്ട് അവനെ സ്വതന്ത്രനാക്കി വിടുവാനായിട്ട് ഈ പ്രത്യേക പദപ്രയോഗം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശേഷിച്ച് ലേവ്യ പുസ്തകം 25-ാം അധ്യായം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 25-ാം അധ്യായം അതിന്റെ 47 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളോട് ദൈവം നൽകുന്നതാകുന്ന ആ പ്രമാണത്തിൽ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ, നിങ്ങളുടെ സഹോദരന്മാരിൽ ഒരുവൻ അങ്ങ് ദരിദ്രനായി തീർന്നു. അവൻ ചെന്ന് അവന്റെ ദാരിദ്ര്യത്തിന്റെ അവന്റെ കഷ്ടതയിൽ അവന് ജീവസന്ധാരണത്തിന് വേറെ വഴിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ ചെന്ന് വേറെ ഒരു നിങ്ങളുടെ സഹോദരന്മാരല്ലാത്ത ഒരുവന് തന്നെ അടിമയാക്കി അങ്ങ് വിറ്റന്നിരിക്കട്ടെ. അവനെ അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് അവനെ വീണ്ടെടുക്കുവാനായിട്ടുള്ള വസ്തുവകയുണ്ടെങ്കിൽ നീ നിശ്ചയമായിട്ടത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കണം അതിന്റെ പ്രമാണമെന്നും ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവന് അവന്റെ യജമാനനായിരിക്കുന്നവന് അവന്റെ യോവേൽ സംവത്സരം, അതായത് സ്വതന്ത്രരായി വിട്ടയക്കുന്ന 50th year, 50ാമത്തെ വർഷം, ആ വർഷം വരെയുള്ള കാലക്കണക്ക് വെച്ച് ആ യജമാനന് എത്രത്തോളം ഇവൻ പ്രയോജനപ്പെടുമോ അതിനുള്ളതാകുന്ന പണം കൊടുത്തിട്ട് ഇവനെ വിലയ്ക്ക് വാങ്ങണം. അതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇസ്രായേലിന്റെ ഭാഗമായിരുന്നു, എന്നാൽ ഇവൻ അടിമയായിപ്പോയി. പക്ഷെ അവനെ തന്നെ വീണ്ടെടുക്കാനായിട്ടുള്ള കഴിവില്ല, ശേഷിയില്ല. അവൻ മറ്റൊരുവന്റെ കീഴിലായിപ്പോയി. എന്നാൽ വേറൊരുവൻ വന്നിട്ട് അവനെ വീണ്ടെടുക്കാനുള്ള മറുവില കൊടുത്തിട്ട് അവനെ വീണ്ടെടുക്കുകയാണ്. സ്തോത്രം. രണ്ടാമത്, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പൊതുവായിട്ട് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേല്യർ ഫറവോന്റെ അടിമത്വത്തിലായിരുന്നപ്പോൾ അവിടെ നിന്ന് അവരെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 15:13 ഇതേ പദമാണ്, ഞാൻ നിങ്ങളെ വീണ്ടെടുത്തു എന്ന് ദൈവം അവരോട് പറയുന്നുണ്ട്. സ്തോത്രം. മൂന്നാമതായിട്ട് പിന്നെയും ഇസ്രായേലിനെ കുറിച്ച് തന്നെ, അവര് ബാബിലോണിൽ പ്രവാസികളായി പോയിട്ട്, ഇത് പുറപ്പാട് 15:13 അടുത്തതായിട്ട് യെശയ്യാവിന്റെ പ്രവചനം 43:1 ബാബിലോണ്യ പ്രവാസത്തിൽ നിന്നുള്ളതാകുന്ന അവരുടെ തിരിച്ചു വരവിനെ കുറിച്ച് ഇതേ പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അടിമയായിരുന്ന ഇടത്ത് നിന്ന് ഒരു പ്രവാസിയായിരുന്ന അവസ്ഥയിൽ നിന്ന് തന്നെത്താൻ വിടുവിക്കുവാനായി കഴിയാതെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെയും പിശാചിന്റെയും അടിമത്വത്തിൽ നാം അതിക്രമങ്ങളാലും
പാപങ്ങളാലും മരിച്ചവരായിട്ട് നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ കഴിയാതെ ഇരുന്നപ്പം ഒരുവൻ വന്നിട്ട് വീണ്ടെടുക്കാനുള്ള വിലയും പൂർണ്ണമായി കൊടുത്തിട്ട് നമ്മെ വീണ്ടെടുത്തു. ഹിന്ദിയിലൊരു പാട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടം ആ പാട്ട്. അതിന്റെ ഒരു ലൈനിങ്ങിന് പൂരി കീമത്ത് ഉസ്നെ ദിയ, മുഴുവൻ വിലയും കൊടുത്തു. അതിന്റെ വരികളൊക്കെ ഞാൻ ഓർക്കുന്നില്ല. അതിന്റെ ആശയം ഇതാ, മുഴുവൻ വിലയും കൊടുത്തു. അതിന്റെ ആരംഭം ഇങ്ങനെ, പവിത്ര യേശു കി ലാഹു കി ജയ്, പവിത്ര യേശു കി ലാഹു കി ജയ്, സർവസാമർത്ഥ്യ യേശു കി ലാഹു കി ജയ്, സർവസാമർത്ഥ്യ യേശു. मिली मुक्ति मुझे पापों से, मिली मुक्ति मुझे पापों से, लहू से यीशु की लहू से, लहू से यीशु की. നോക്കുക, ആ മുഴുവൻ വിലയും കൊടുത്തു. ആ വില കൊടുത്തിട്ട് നമ്മെ മോചിപ്പിച്ചു. അതിനെക്കുറിച്ച് ഞാൻ തുടർന്ന് ചില കാര്യങ്ങൾ പറയാം. ആർക്കായി വില കൊടുത്തതെന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് പിന്നെ ഒരു ഇമെയിൽ കിട്ടി. അതിനകത്തെ മെയിൻ വിഷയം ഇതാണ്. അതായത് ദൈവം നമ്മളെ വിടുവിച്ചു, യേശു വിടുവിച്ചു. അപ്പം അവിടെ പിശാചിങ്ങനെ നിൽക്കുമ്പം ആദ്യം പഴയ നിയമത്തിലെ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും എല്ലാം രക്തം, ആ രക്തമൊക്കെ അവൻ കുടിച്ചു. ആ രക്തം ഒന്നും കുടിച്ചിട്ടൊന്നും പറയാം, ഇതൊന്നും പോരാ. ഒടുവിൽ കഴിഞ്ഞിടയ്ക്ക് കിട്ടിയ ഒരു ഇമെയിലാ കേട്ടോ. അപ്പൊ എൻ്റെ വൈഫ് അതെന്നെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ദൈവവചന വിരുദ്ധമാണല്ലോ എന്ന് ഞങ്ങൾ അത് പറയുകയുണ്ടായി. അപ്പൊ അവസാനം ഒരു രക്തം കിട്ടി. ആ രക്തം എന്നറിയാമോ? ദൈവപുത്രന്റെ രക്തമല്ല. അത് കിട്ടിക്കഴിഞ്ഞപ്പോ പറഞ്ഞു, ഓക്കെ ഇനിയിപ്പം വെച്ചോണ്ടിരിക്കാൻ പറ്റുകയില്ല. നോ അങ്ങനെയല്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ വീണ്ടെടുപ്പ് വില കൊടുത്തിട്ട് നമ്മെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്തു. 1-2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാമോ? യേശു പറഞ്ഞ ഇങ്ങനെയാ, കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് തന്നെ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും, പിന്നെയോ അനേകർക്ക് തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനുമാണ് ഞാൻ വന്നത്. ഞാൻ വന്നു, എന്നെ തന്നെ കൊടുത്തു, എന്നെ വിലയാക്കി നിങ്ങളെ ഞാൻ മേടിച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഓർത്തോണം, നാം താങ്ങൾക്കുള്ളവരല്ല, നമ്മൾ ദൈവത്തിന്റെ വകയാണെന്നുള്ളത് ഓർത്തോണം. നമ്മൾ ദൈവത്തിന്റെ വകയാ. വേണേ പറയാം, ഇറ്റ് ഈസ് അനദർ. We were under slavery. We were in slavery, but now it is another slavery. ഇത് വേറൊരു അടിമത്വമാണെന്ന് വേണേ പറയാം. അതായത് നാം വായിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ പലരും ചിന്തിക്കുന്നേ, അധ്വാനിക്കുന്നവർ വന്നു, ഭാരം ചുമക്കുന്നു, അവരെ ആശ്വസിപ്പിച്ച് അങ്ങ് വിടുക. എന്നോ, എന്നിട്ട് പറയുക, എൻ്റെ നുകം നിങ്ങളുടെ കഴുത്തേലോട്ട് വെച്ച്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകൊണ്ട് എൻ്റെ നുകം എടുത്ത് എന്നോട് പഠിക്കുക. എൻ്റെ നുകം മൃദുവാണ്, അത് ലഘുവാണ്. എന്നിട്ട് പറയുക, അങ്ങനെ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. നമ്മൾ കർത്താവിൻ്റെതാകട്ടോ. യേശുവിൻ്റെ ലോർഡ്ഷിപ്പ് നമ്മളെ
എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതൊന്ന് ഉരുവിടുന്നത് തന്നെ ഒരു സന്തോഷം. ആ ഹൃദയത്തെ അർത്ഥമാക്കിക്കൊണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ ലോർഡാ, എൻ്റെ മാസ്റ്ററാ, ഞാൻ എൻ്റെ പൊന്ന് കർത്താവിൻ്റെ ഡൂലോസാ, ആ ബോണ്ട് സ്ലൈവാ, ഇനി കർത്താവ് പറയുന്നതാ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇനി താന്താങ്ങൾക്ക് ഉള്ളവരല്ല, നിങ്ങൾ ദൈവത്തിന്റെ വകയാ. അപ്പൊ ദൈവത്തിന്റെ വകയാ നമ്മളെങ്കിൽ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണേ. കഴിഞ്ഞ ദിവസം കേട്ട ഒരു വചനവിരുദ്ധമാകുന്ന കാര്യം ഒന്ന് തിരുത്തി ഞാൻ മുൻപോട്ട് പോകട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ചൊല്ലുണ്ട്, തെമ്മാടിക്കും പിന്നെ അടുത്ത വാക്കെന്ന തേക്ക് തടിക്കും എവിടെയും കിടക്കാം. തേക്ക് തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീക്ക് വുഡ് എന്ന് പറയുന്നത് റോഡിൽ കിടന്നാലും ആരും എടുത്തോണ്ട് പോകില്ല. അത് എടുത്തോണ്ട് പോകാത്തതിന്റെ കാരണം എന്നറിയാവോ? അത് സർക്കാരിൻ്റെ ഈ നമുക്കറിയാമല്ലോ, സർക്കാരിൻ്റെ വകയൊന്നും ആരും എടുത്തോണ്ട് പോകുകയില്ല. കാരണം അതെടുക്കാൻ ഇച്ചിരി പേടിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ വന്ന് പലരും പറയുന്നത് എന്നറിയാമോ? നിങ്ങളുടെ ആയുസ് തീരുന്നതിന് മുൻപേ ഹാർട്ട് അറ്റാക്ക് എന്ന ബന്ധനമിട്ട്, കൊളസ്ട്രോൾ എന്ന ബന്ധനമിട്ട്, ഡയബറ്റീസ് എന്ന ബന്ധനമിട്ട് ആയുസ് തീരുന്നതിന് മുമ്പേ നിങ്ങളെ കൊണ്ടുപോകുന്നതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം? അട്ടർ ഫുളിഷ്നെസ്. എന്നായി പറയുന്നത്? നമ്മൾ ആരുടെ വകയാന്ന ചിന്ത? എടാ, ഇവിടെ കിടക്കുന്ന സർക്കാരിന്റെ ഒരു വസ്തുവെ തൊടാൻ ഒരുവൻ രണ്ടാമതൊന്ന് ആലോചിക്കുമെങ്കിൽ, ദൈവം താൻ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എന്നെ നിങ്ങളെ തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്ന കാര്യങ്ങളാണെന്നാണോ ചിന്ത? ദൈവം താൻ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളിനി നമ്മുടേതല്ല, നമ്മൾ കർത്താവിൻ്റെതാ. നമ്മൾ നമ്മുടേതല്ല, നമ്മൾ കർത്താവിൻ്റെതാകൊണ്ടാണ് നമ്മെ അങ്ങോട്ടങ്ങ് കൊടുക്കുകയാ. നമ്മൾ കർത്താവിൻ്റെതാ. അല്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ ഉപയോഗിച്ച് ഇങ്ങോട്ട് ചിലത് മേടിക്കുകയല്ല, നമ്മളെ അങ്ങ് കൊടുത്തേക്കുകയാണല്ലോ. പിന്നിനി എന്നോ മേടിക്കാനാ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ വകയാണ്. മറുവില കൊടുത്തു, വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് 1 പത്രോസ് 1-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് വെള്ളി, പൊന്ന് എന്നിങ്ങനെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലവുമാകുന്ന രക്തം കൊണ്ടത്രേ. യേശുവിനെ കുറിച്ച് പൗലോസ് എപ്പോഴും പറയുന്നത്. എന്നാൽ ഒരു പ്രത്യേക വേദഭാഗത്തിൽ പൗലോസ് ഡെയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. I was so amazed and ഞാനങ്ങ് എനിക്ക് ഭയങ്കര സന്തോഷിക്കുന്നു. പൗലോസ് യേശുവിന്റെ രക്തം എന്നൊക്കെ പലപ്പോഴും പറയുന്നെങ്കിലും ഈ 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് യേശുവിന്റെ രക്തമെന്ന് പോലും അല്ല പറയുന്നത്. അവിടെ പറയുന്നത് എന്തെന്നറിയാമോ? ഒന്ന് വായിച്ച്, എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം ആ വാക്യം എടുത്ത് വായിക്കുന്നത് തന്നെ. 20-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് നമുക്കറിയാം, യേശുവിന്റെ രക്തമെന്ന് അതൊക്കെ നമുക്കറിയാം. എങ്കിലും അവിടെ പറഞ്ഞേക്കുന്നതാകുന്ന ഒരു പ്രത്യേക വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 20-ന്റെ 28 കർത്താവിന്റെ സഭയെ നല്ല പറഞ്ഞേക്കുന്നത്. പിന്നെന്തുവാ? താൻ സ്വന്തം രക്തത്താൽ. I don't understand what statement he makes. I don't understand it truly, frankly. I don't understand it. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ പൗലോസ് പറയുക, ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാകുന്ന തന്റെ ആട്ടിൻകൂട്ടം സ്വന്തം രക്തം കൊടുത്ത്, മറുവില കൊടുത്ത് വീണ്ടെടുത്തു, വില മുഴുവൻ കൊടുത്തു. എന്തിനാണോ വില കൊടുത്ത
കൊടുത്ത് സംതൃപ്തമാക്കപ്പെടേണ്ടത് അത് മുഴുവൻ കൊടുത്തിട്ട്. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ പറയുന്ന വാക്ക്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി ഫിനിഷ്ഡ്. അത് മുഴുവൻ കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ഇങ്ങനെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത്. അപ്പോൾ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ട് പിന്നീട് നമ്മൾ ചിന്തിക്കും. നമുക്ക് മുൻപോട്ട് പോകാം. രണ്ടാമതായിട്ട് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നതാകുന്ന പദപ്രയോഗം എന്നുള്ളത് പ്രൊപ്പീസിയേഷൻ, അല്ലെങ്കിൽ പ്രായച്ചിത്തമാകേണ്ടതിന്, അവന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകേണ്ടതിന്. പ്രായച്ചിത്തം എന്നുള്ളതാകുന്ന വാക്ക് ഞാൻ പറഞ്ഞു. ആ കോപം ശമിപ്പിക്കുക എന്നുള്ളതാണ് പ്രായച്ചിത്തം എന്നുള്ളത്. എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? നമ്മുടെ പ്രശ്നം, നമ്മുടെ പാപമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ ആ പാപത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ന്യായവിധി, ആ ശിക്ഷാവിധി, ആ ദൈവകോപമാണ് ഏറ്റവും വലിയ പ്രശ്നം. പാപത്തിന്റെ ഫലമായിട്ട് കോപം വെളിപ്പെടുകയാ. അഭക്തിക്കെതിരെ എന്ത് വെളിപ്പെടുകയാ? കോപം വെളിപ്പെടുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ കോപം വെളിപ്പെടുന്നു. ആ കോപത്തെ ശമിപ്പിക്കുവാനുള്ള പരിഹാരം എന്താണോ അതാണ് പ്രായച്ചിത്തം. പഴയ നിയമത്തിൽ നമ്മൾ ഇത് പല ഇടങ്ങളിൽ കാണുന്നുണ്ട്. വിശേഷിച്ച് സംഖ്യാപുസ്തകത്തില് ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് പിറുപിറുക്കുമ്പോൾ, മോശയുടെ അധികാരത്തിന് എതിരെ അവർ തിരിയുമ്പോൾ, ദാദാബിന്റെയും അബീരാമിന്റെയും ഒക്കെ ആ പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ കോപം, ആ സംഹാരം തുടങ്ങുകയാ കോപം നിമിത്തമായിട്ട്. ഉടനെ നമ്മൾ കാണുന്നുണ്ട്, മോശ പറയുന്നുണ്ട്, നീ പെട്ടെന്ന് നിന്റെ ആ സെൻസർ എടുത്ത് അതിനകത്ത് നിറയ്ക്കേണ്ട കാര്യമൊക്കെ നിറച്ച് പെട്ടെന്നോട്. നമ്മൾ പിന്നീട് വായിക്കുന്നത് മോശയോടുള്ള ബന്ധത്തിൽ 105 സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ ദഹിപ്പിച്ച് കളയുമായിരുന്നു, അവരെ കൊന്നുകളയുമായിരുന്നു. എന്നാൽ തന്റെ വൃതനാകുന്ന മോശ ദൈവകോപത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിലോട്ട് അങ്ങോട്ട് കയറി നിന്നു. പ്രിയമുള്ളവരെ, അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പാപം നിമിത്തം, അഭക്തി നിമിത്തം ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ശിക്ഷ, അത് നമ്മൾ അനുഭവിച്ചേ തീരൂ. ആ സന്ദർഭത്തിൽ ആ കോപത്തെ ശമിപ്പിക്കാൻ പ്രായച്ചിത്തമായിട്ട് ക്രൂശ് ദൈവം ഒരുക്കി. പ്രിയമുള്ളവരെ, എന്താണ് ഈ പ്രായച്ചിത്തം എന്നൊക്കെ പറഞ്ഞാൽ, പല മതങ്ങളിലും പല സംഹിതകളിലും കാണുന്ന പാപപരിഹാരമല്ല വേദപുസ്തകത്തിലെ പാപപരിഹാരം. വേദപുസ്തകത്തിൽ നാം കാണുന്നത് വളരെ നിസ്തുലമാകുന്ന പാപപരിഹാര പ്രവർത്തിയ. എന്തുകൊണ്ടാണ് അത് നിസ്തുലമാണെന്ന് പറയുന്നത്? വൈ ഇറ്റ് ഈസ് സോ യുണീക്, മാച്ച്ലെസ്, ഇറ്റ് ഈസ് ഇൻകംപയറബിൾ, which we don't find elsewhere, because all other religions teach getting remission of sin by doing certain things. ചില കാര്യങ്ങൾ ചെയ്ത് പാപത്തിന് പരിഹാരം വരുത്തുന്നതിനെ കുറിച്ചൊക്കെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു മാർഗം, ഞാൻ ആ വാക്ക് ഉപയോഗിക്കട്ടെ, ക്രിസ്തു, ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ, റാദർ ഇറ്റ് ഈസ് ദ വേ.
ഇത് മാർഗമാണ്, ഇത് റിലേഷൻഷിപ്പാണ്, ഇതൊരു മതമല്ല. ക്രിസ്തു മാർഗം അത് വളരെ യുണീക്കാണ്, അത് വളരെ നിസ്തുലമാണ്. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഒന്നാമത് നമ്മൾ കണ്ടു പ്രായശ്ചിത്തത്തിന്റെ ആവശ്യം, ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. 2, ഈ ദൈവത്തിന്റെ കോപം വരുമ്പോൾ മറ്റെല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ആ കോപം ശമിപ്പിക്കാനായിട്ട് ആരാണോ ദൈവത്തെ കോപിപ്പിച്ചത് അവര് പരിഹാരമുണ്ടാക്കണം. അവര് പരിഹാരമുണ്ടാക്കുമ്പോഴാണ് കോപത്തിന് ശമനം വരുന്നത്. എന്നാൽ ക്രിസ്തുമാർഗത്തിന്റെ സവിശേഷത അത് കോപത്തിന് പരിഹാരം വരുത്തുന്നതും അകോപിഷ്ഠനായ ദൈവം തന്നെയാണെന്നുള്ളതാ. അതുകൊണ്ടാണ് ദൈവകോപത്തിന് ദർശനം വിട്ട് പാപി ഞാൻ ഒളിച്ചിടാൻ സർവലോകത്തിൻ നായക നിൻ വിലാവും വിണ്ടല്ലോ. ദൈവകോപം, അവന്റെ കോപം ജ്വലിച്ചു നിൽക്കുമ്പം ആ കോപത്തിന് പരിഹാരം വരുത്തുന്നതും ദൈവമാ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം കരുണ ചെയ്ത് അത് സകലം അവൻ്റെതാ. ഈ പദ്ധതിയും അവൻ്റെതാ, ആദ്യത്തെ തീരുമാനവും അവൻ്റെതാ, പ്രവൃത്തിയും അവൻ്റെതാ. പിന്നെ നമ്മൾ അങ്ങ് ചെന്ന് ചേരുന്നതിൻ്റെ അടിസ്ഥാനം അവന്റെ കൃപയാ. കൃപയിൽ തുടങ്ങി കൃപയിൽ തുടർന്ന് കൃപയിൽ തീരുന്നതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. ഇതിനകത്ത് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല, സകലം ദൈവം ചെയ്തു. ഞാൻ വിശദീകരിക്കാമത്. എന്റെ കോൺട്രിബ്യൂഷൻ ഇതിനകത്തൊന്നുമില്ല, മുഴുവൻ ദൈവത്തിൻ്റെതാ. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 4:10 അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദൈവത്തിന്റെ സ്നേഹം, നമ്മോടുള്ള ആ പ്രീതി വാത്സല്യം, അകൃത്യത്തെ കണക്കിടാത്ത, ദോഷം കണക്കിടാത്ത ആ ദൈവസ്നേഹം, ആ അഗപ്പേ ലവ്, അതിന്റെ കാരണത്താൽ ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ the love, the idea, the purpose, the initiative, the action, the gift, everything is of God. ഇത് ഈ രക്ഷണ്യ വേലയെന്ന് പറയുന്ന അതിൻ്റെ ഐഡിയയും ആ പദ്ധതിയും അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ഒന്നാമത്തെ ചുവടും അതിൻ്റെ പ്രവൃത്തിയും ആ ദാനവും എല്ലാം ദൈവത്തിൻ്റെതാ. മുഴുവനും ദൈവം തന്നെ തൻ്റെ കോപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ. ആ പ്രായശ്ചിത്തം എന്താണെന്നുള്ളത് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അവന്റെ രക്തം, അവന്റെ പുത്രന്റെ രക്തമാണ് പ്രായശ്ചിത്തമായി തീർന്നത്. സ്തോത്രം. ലേവ്യ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പഴയ ആ നിയമത്തിൽ കാണുന്ന ആ സാക്രിഫിഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അത് ദൈവം തന്നെ നൽകുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ലേവ്യ 17:11 മാത്രം പെട്ടെന്നൊന്ന് വായിച്ചേ, എളുപ്പം മുൻപോട്ട് പോകാം. ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഐഡിയ എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് ദൈവത്തിങ്കൽ, മനുഷ്യൻ തുടങ്ങിയ ഒരു കാര്യമല്ല. പിന്നെയോ ദൈവം തന്നെ ഇനിഷ്യേറ്റ് ചെയ്തു, ദൈവം തുടങ്ങി. ഇൻ അതർ വേർഡ്സ്, God gave his son
to die in our place. And in giving his son, he gave himself. ആ നമ്മുടെ പകരമായിട്ട് തൻ്റെ പുത്രന്റെ രക്തം ക്രൂശിൽ ചിന്തപ്പെടാൻ തൻ്റെ പുത്രനെ തന്നു. അങ്ങനെ തരുന്നതിൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി അങ്ങ് തരികയാണ് ചെയ്തത്. അതാണ് 5-ാമത്തെ അധ്യായം റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 8-ാം വാക്യത്തിൽ, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്കുള്ള നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 8:32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ആ മാർഗം, രക്ഷാമാർഗമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ യുണീക്ക്. അത് വളരെ നിസ്തുലമാണ്. നമുക്കതിൽ ഒരു പങ്കുമില്ല. ദൈവം തന്നെ തന്നു. തന്നിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ, തൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ തന്നെ നമുക്ക് തന്നു. അതാണ് കാൽവറി ക്രൂശ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ തന്നെ നമുക്ക് തന്നതാണ് കാൽവറി ക്രൂശ്. അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. ഇറ്റ് ഈസ് സോ യുണീക്ക്, സോ യുണീക്ക്. അതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല എൻ്റെ പ്രിയരെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറ്റ് കോസ്റ്റ് ഹിം so much. It cost him so much. കൃപയെന്നുള്ളത് ഫ്രീ ഗിഫ്റ്റാ. ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിലയില്ലാത്ത ഗിഫ്റ്റാണെന്ന് ഓർക്കരുത്. വിലയില്ലാത്തതല്ല കൃപയെന്നുള്ളത് ഏറ്റവും വിലയേറിയതാ. ഡിട്രിക് ബോൺഹോഫർ എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അദ്ദേഹം അത് പറയുന്നുണ്ട്, കോസ്റ്റ്ലി ഗ്രേസ്, വിലയേറിയ ദൈവകൃപ. എന്നാന്നറിയാമോ? ഇറ്റ് കോസ്റ്റ് ഗാഡ് ഹിസ് ഓൺലി സൺ. തൻ്റെ ഏകജാതനെ ബലിയായി തന്നിട്ടാ നമ്മെ രക്ഷിച്ചത്. ഇതിനെക്കുറിച്ച് ഇലുസ്ട്രേറ്റ് ചെയ്യുവാൻ ഞാൻ വായിച്ച മനോഹരമാകുന്ന ഒരു സ്റ്റോറിയുണ്ട്. ഒത്തിരി കാലം മുമ്പ് വായിച്ചതാ. അത് എൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ മാഞ്ഞു പോകാതെ എപ്പോഴും ഉണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ സുവിശേഷ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ അത് പറയാറുമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലത്. ഒരു ചെറിയൊരു സ്റ്റോറി. അതിങ്ങനെയാണ്, ഒരു റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു വെസ്റ്റേൺ കൺട്രിയിൽ നടന്ന ഒരു സംഭവമായിട്ട് എഴുതിയ ഒരു സ്റ്റോറിയാ. വെസ്റ്റേൺ കൺട്രിയിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യത്ത് റെയിൽവേസിൽ ജോലി നോക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ നദിക്ക് കുറുകെ റെയിൽപാളം കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കരയിൽ ഒരു റെയിൽവേയുടെ ഹട്ടൊക്കെ ഉണ്ട്. അവിടെ ചില മെഷീൻസ് ഒക്കെ ഉണ്ട്, മെഷീനറീസ് ഒക്കെ ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പണിയാണ് അദ്ദേഹത്തിൻ്റെത്. ആ പണി ഇങ്ങനെയാണ്, മറ്റൊന്നുമല്ല. ഈ നദിയിൽ കൂടെ വലിയ വെസൽസ്, വലിയ ഷിപ്സ് ഒക്കെ കടന്നു പോകുമ്പോൾ ഈ റെയിൽവേ ബ്രിഡ്ജ് ഉയർത്തി നിർത്തും. അത് പോയി കഴിയുമ്പോൾ ആ റെയിൽവേ ബ്രിഡ്ജ് മടക്കി കൊണ്ടുവരണം. അതാണ് അദ്ദേഹത്തിന്റെ പണി. അങ്ങനെ ഒരിക്കൽ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം തൻ്റെക്കുള്ള ഒരു ഏക മകനുണ്ട്. ആ മകൻ പറഞ്ഞു, ഡാഡി, ഐ ആം ഗോയിങ് വിത്ത് യു ടുഡേ ടു സീ ഹൗ യു ആർ ഡൂയിങ് ദിസ് ഗ്രേറ്റ് വർക്ക്. ഐ ആം ഗോയിങ് വിത്ത് യു ടുഡേ. ഓക്കെ സൺ, കം. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇദ്ദേഹം അവിടെ പോയി. അദ്ദേഹം ഇങ്ങനെ തൻ്റെ പണിയിൽ വ്യാപൃതനായിരുന്നപ്പോൾ ഈ കുഞ്ഞ് എങ്ങോട്ടോ പോയത് താൻ കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മെസ്സേജ് കിട്ടി, ഇന്ന എക്സ്പ്രസ് വരുന്നുണ്ട്, പെട്ടെന്ന് ആ റെയിൽവേ ബ്രിഡ്ജ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുള്ള മെസ്സേജ് കിട്ടി. അത് ചെയ്യാനായിട്ട് ആ
വലിക്കാനായിട്ട് താന് ശ്രദ്ധിക്കുമ്പോൾ ആ ഗ്ലാസിൽ കൂടെ, ആ ടവറിൽ നിന്നുള്ള ഗ്ലാസിൽ കൂടെ അദ്ദേഹം കണ്ടു ആ ബ്രിഡ്ജ് വന്ന് ചേരുന്ന ആ ഭാഗത്ത് തൻ്റെ കുഞ്ഞ് ഒന്നും അറിയാതെ ഇങ്ങനെ കളിച്ചുകൊണ്ട് സന്തോഷിച്ച് അവൻ അവിടെ ഇങ്ങനെ നിൽക്കുക. നിമിഷങ്ങളേ ഉള്ളൂ, ട്രെയിൻ വരുന്നു. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് എന്നാ ചെയ്യേണ്ടത്? ഇത് ഞാൻ ആ ലിവർ വലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ വരുന്ന ആ പാസഞ്ചേഴ്സ് ഇന്നസെന്റ് ആയിട്ടുള്ള ഒത്തിരി പേര് മരിക്കാൻ സാധ്യതയുണ്ട്. വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പുത്രനേ ഉള്ളൂ, ഒരു കുഞ്ഞേ ഉള്ളൂ, അവൻ മരിച്ചു പോകും. എന്നാ ഞാൻ ചെയ്യേണ്ടത്? പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. കണ്ണുമടച്ച് തൻ്റെ ആ ഡ്യൂട്ടി, തൻ്റെ ആ ഉത്തരവാദിത്വത്തിൻ്റെ ബോധ്യത്തിൽ അദ്ദേഹം ആ ലിവർ വലിച്ചു. ആ കുഞ്ഞ് ആ റെയിൽവേ ബ്രിഡ്ജിന് കീഴിൽ ചതഞ്ഞരഞ്ഞ് ആ കുഞ്ഞ് മരിച്ചു. എന്നാൽ ആ ട്രെയിൻ ആ പാളത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ആ ട്രെയിനിൽ ഒത്തിരി പേരുണ്ട്. എന്നാൽ അവരാരും ഒന്നും അറിയുന്നില്ല എന്നാ സംഭവിച്ചതെന്നുള്ളത്. ആ ട്രെയിൻ സേഫായിട്ട് കടന്നുപോയി. എന്നാൽ ആ മനുഷ്യന് തൻ്റെ ഏകജാതനാകുന്ന പൈതൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവനെ ബലിയായിട്ട് കൊടുത്തതുകൊണ്ട് ഒത്തിരി പേര് രക്ഷപ്പെട്ടത്. ഈ ഇലുസ്ട്രേഷൻ മറ്റേതിനോട് സാമ്യപ്പെടുത്താനൊന്നും പറ്റുന്നതല്ലെങ്കിലും ഒരു കാര്യം മറക്കരുത്, ദൈവം കൊടുത്ത വില നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. വിലയേറിയ ദാനം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ ക്രൂശിനെ അത്ര പ്രാധാന്യതയോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാർക്ക് പറയാനുള്ളതെല്ലാം, അവരുടെ പ്രസംഗത്തിലെല്ലാം പറയാനുള്ളത് ക്രൂശിനെ കുറിച്ചാണ് പറയാനുള്ളത്. ക്രൂശിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ അവർക്കൊന്നും. എന്നാൽ ഇന്ന് ക്രൂശിനെ കുറിച്ച് പറയുന്നത് എന്നാ പറയുന്നത്? അയ്യോ, എനിക്കത് കേൾക്കുമ്പം ഭയങ്കര ദുഃഖം തോന്നുകയാണ്. ഇതെല്ലാം ദൈവം ചെയ്തത് നമ്മുടെ ഒരു മൂക്കേപ്പനി മാറ്റാനും ഇതിനു വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറയുന്നത് എന്തോ ഒരു കഷ്ടമായ എൻ്റെ പ്രിയരെ. ക്രൂശ് അതിനു വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകുന്നു. എന്നാൽ ദൈവം സ്വന്തം കുമാരനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ പ്രായശ്ചിത്ത ബലിയാക്കി നമ്മെ വീണ്ടെടുത്തു. പ്രായശ്ചിത്തം സ്തോത്രം, പരിഹാരമായിട്ടൊന്ന് കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു, പരിഹരിച്ചു. കോപത്തിന് പരിഹാരം കണ്ടു. സ്തോത്രം. ദൈവം തന്നിൽ നിന്ന്, അതായത് പിശാചിന്റെ ആ ചിന്ത അങ്ങ് മനസ്സിൽ മാറ്റണം. നമ്മൾ പിശാചിന്റെ അടിമത്വത്തിലായിരുന്നു. എന്നാൽ അങ്ങനെ നമ്മൾ തുടർന്നിരുന്നെങ്കിൽ നമ്മൾ ദൈവകോപത്തിന് അധീനരായി തീരും. ആ ദൈവകോപത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ താൻ തന്നെ നമുക്ക് വേണ്ടി തന്നു. അതാണ് കാൽവറി ക്രൂശ്. ഒരിക്കലും മറന്നു പോകരുത്. മൂന്നാമതായിട്ട് ദൈവനീതിയുടെ പ്രദർശനമാണ് ഇതെന്ന് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. എന്തുകൊണ്ടാണ് ഇത് ദൈവനീതിയുടെ പ്രദർശനമാകുന്നത്? ഒന്ന്, ദൈവം പാപത്തെ ശിക്ഷിച്ചേ തീരൂ. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് പണ്ടത്തെ പാപങ്ങളെ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഗണ്യമാക്കുന്നില്ല. അതിനെ ഓർക്കുന്ന പോലുമില്ല. അങ്ങനെ ഓർക്കാതിരിക്കണമെങ്കിൽ ദൈവം നീതിമാനല്ലെന്ന് വരുമല്ലോ. എന്നാൽ അടുത്ത നമ്മൾ വായിച്ചേ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് രണ്ട് കാര്യം സംഭവിക്കണം. ഒന്ന്,
ഞാൻ പാപിയാണെങ്കിലും ഞാൻ യേശുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ എന്നെ നീതീകരിക്കണം. അതേസമയം തന്നെ പാപത്തിന് ശിക്ഷ വിധിക്കുകയും വേണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ പാപത്തിന്റെ ശിക്ഷ നടക്കുകയും വേണം. എന്നാ പാപിയായ ഞാൻ യേശുവിൽ വിശ്വസിച്ചു എന്ന് ഒറ്റ കാരണത്താൽ എന്നെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുകയും വേണം. അപ്പോഴെങ്ങനെയാ ദൈവത്തിന്റെ നീതി നടപ്പാകുന്നത്? അതിനുള്ള ഉത്തരമാണ് ക്രൂശ്. ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ക്രൂശ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് അവസാനിപ്പിക്കുകയാ. സ്തോത്രം. വളരെ മനോഹരമാകുന്ന ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്. ഐസക് വാട്ട്സ് എന്ന ആ ഭക്തൻ എഴുതിയ വരികളാണ്. When I survey the wondrous cross on which the Prince of Glory died, my richest gain I count but lost, and pour contempt on all my pride. നിസീമമാകും നിന്റെ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ. ഹല്ലേലൂയ. ആ കാൽവറിയിലേക്ക് ഒരു നിമിഷം നമുക്കൊന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും പാടാറുണ്ടല്ലോ, കാൽവറി ദർശനം കാണുന്നൻ മുന്നിലായി അൻപിനാലുള്ളവും കണ്ണും നിറയുന്നല്ലോ. നമ്മൾ കടന്നു വരുമ്പം അതാണോ ചിന്ത? അതോ ആരാധിച്ച് വിടുതലെടുത്ത് കിട്ടി നേടി മേടിച്ചു പോകുന്ന സ്വാർത്ഥതയും കൊണ്ടാണോ വരുന്നത്? അതോ നമുക്ക് പകരമായി യാഗമാകുന്ന ദൈവകുഞ്ഞാടിന്റെ ദർശനം കണ്ടുകൊണ്ടാണോ ദൈവസഭയിൽ വിശുദ്ധന്മാരോട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വരുന്നത്? നമ്മുടെ കാഴ്ചപ്പാടൊക്കെ ഒന്ന് മാറട്ടെ എൻ്റെ പ്രിയരെ. ആരാധിച്ച് വിടുതലെടുക്കാൻ വരുന്ന പണി നിർത്ത്. നേരെ മറിച്ച് കാൽവറി ദർശനം ഒന്ന് കാണ്. അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ എന്ന് പറഞ്ഞാൽ ദൈവം തന്നതിന് എത്രമാത്രം നമ്മളെ യാഗമാക്കിയാലും എന്തെല്ലാം ചെയ്താലും അതിന് പരിഹാരമാകാതിരിക്കുമ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന് ഒരു എക്സർസൈസ് ചെയ്ത് ദൈവത്തിന് ഏതാണ്ട് ഫേവർ ചെയ്ത് അതുകൊണ്ട് ഹീസ് ഒബ്ലൈസ്ഡ് ടു ഡു സംതിങ് ഫോർ മീ എന്ന അഹങ്കാരത്തോടുകൂടെ കടന്നു പോകുന്ന പെന്തക്കോസ്തുകാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, അഹങ്കാരം മാറ്റിയിട്ട് താഴ്മയോടെ ദൈവപാദത്തിലേക്ക് കടന്നു വാ. കാൽവറി ക്രൂശിങ്കലേക്ക് നോക്ക്. അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ. കാൽവറി ദർശനം എൻ്റെ മുന്നിലായി ഞാൻ കാണുന്നല്ലോ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. ഓ, ക്രൂശെത്ര അഗാധമാ, ക്രൂശെത്ര മഹിമയുള്ളതാ, ദൈവത്തിന്റെ കൃപയത്ര വലുതാ. ഇറ്റ് ഈസ് സോ അമേസിംഗ്, അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ wretch like me. I once was lost, but now I'm found. Was blind, but now I see. Hallelujah. ഈ രാത്രി സമയം ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സഹോദരന്മാർ